ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടാകുമാറാകട്ടെ. ജനമാസങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് നൽകിയ എല്ലാ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇവിടെയുള്ള ദൈവജനം എന്നെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുവാനും ആ നിലയിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവ് കൃപ നൽകി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. കുടുംബമായി നിങ്ങൾ സന്തോഷമായിരിക്കുന്നു. ദൈവത്തിന്റെ വൻ കൃപകൾ അനുഭവിപ്പാൻ ഓരോ ദിവസങ്ങളിലും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ആത്മീയ ശുശ്രൂഷകളിൽ മുടക്കം കൂടാതെ കടന്നു വരുവാനും കർത്താവിന്റെ കൃപകൾ അനുഭവിപ്പാനും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയിൽ ഓർത്ത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25-ഉം 26-ഉം വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശമാണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ മരണത്തിന് മുമ്പ് യേശുവിനെ കാണുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം ലഭിച്ച ഒരു ശിമ്യോനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മരണം വാഴുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മരണത്തിൻ്റെതായിരിക്കുന്ന ആ വലിയ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിമ്യോനോട് പറയുകയാണ്, മരണം കാണും മുമ്പേ നീ യേശുവിനെ കണ്ടെത്തണം. നിന്റെ ജീവിതത്തിൽ അനുഭവങ്ങളിൽ യേശുവുമായി ഒരു ബന്ധം പുലർത്തണമെന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന സന്ദേശമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. യെരുശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ശിമ്യോനോട് പറയുകയാണ്, മരണം കാണും മുമ്പേ നീ യേശുവിനെ കാണണം. എന്നിട്ട് നിന്റെ ഈ ലോകത്തിൽ നിന്ന് പോകുവാനുള്ള അനുവാദമുള്ളൂ എന്ന് പറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന് അവന് നിയോഗം ലഭിച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇന്നും അനേക ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ദൈവാത്മാവിന്റെ പ്രേരണയാണ് മരണം കാണുന്നതിന് മുമ്പ് യേശുവുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളത്. ഇന്ന് മരണത്തിൻ്റെതായിരിക്കുന്ന അനേക തേർവാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്താണ് കുവൈറ്റിലുള്ള അനേക ജീവിതങ്ങൾ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. മനുഷ്യൻ വിചാരിക്കാത്ത നിരച്ചിരിക്കാത്ത സമയത്തിലാണ് മരണം കടന്നു വരുന്നത്. അതിന്റെ എയർപോർട്ടിൽ നാം അനേക ഡെഡ് ബോഡികൾ നിരത്തി വെച്ചപ്പോൾ ബന്ധുക്കൾ വിതുങ്ങിയായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾ ഒരുപോലെ കടന്നു വന്ന് അവരുടെ സങ്കടം രേഖപ്പെടുത്തുകയാണ്. നാം മരണത്തിന് അധീനമായ ശരീരത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ മരണത്തിന് മുമ്പ് യേശുവുമായി ബന്ധപ്പെടുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമായ നഷ്ടമാണ് ലഭിക്കുന്നതെന്ന് ദൈവവചനം പറയുകയാണ്. അതുകൊണ്ട് ശിമ്യോന് ലഭിച്ച നിയോഗം വളരെ കൃത്യമായി ഉപയോഗിച്ചു. എന്താണ് ശിമ്യോൻ ചെയ്തത്? നാം വായിക്കുന്നുണ്ട്, ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച് ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ദൈവാലയത്തിൽ യേശു കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിൻ്റെ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് അവരുടെ മാതാപിതാക്കൾ കടന്നു വന്നിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് നിയോഗം ലഭിച്ച ആ ശിമ്യോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് വളരെ വ്യക്തമായി തൻ്റെതായിരിക്കുന്ന ആ ഹൃദയംഗമായിരിക്കുന്ന അനുഭവങ്ങൾ പങ്കെടുക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ നിയമനം ലഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തി പാപമോചനം പ്രാപിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന സമാധാനം ലഭിച്ച് നിത്യജീവന്റെ അവകാശം പ്രാപിക്കണം എന്നുള്ള കാര്യം ഇന്നും ദൈവവചനം കേൾവിയാൽ എല്ലാ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം. പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിന് ഭൂമിയിലേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന കാര്യം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2000 വർഷക്കാലമായിട്ട് ആ ശുശ്രൂഷ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. അതുകൊണ്ട് അനേകർ ഈ യേശുക്രിസ്തുവിനെ കണ്ടെത്തി പാപമോചനം പ്രാപിച്ചവരായി നിത്യജീവന്റെ അവകാശമുള്ളവരായി തീർന്നിരിക്കണം. ഇവിടെ ശിമ്യോനെ കുറിച്ച് വായിക്കുന്നത്, ശിമ്യോൻ യേശു കുഞ്ഞിനെ കയ്യിലെത്തി. അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ 29-ാം വാക്യം വായിക്കുന്നു, ഇപ്പോൾ എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കണമെന്ന് പറയുകയാണ്.
ശിംയോന്റെ ജീവിതത്തിൽ ലഭിച്ച ആശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന താൻ പൂർണ്ണമായി അനുസരിച്ചു. ദൈവാലയത്തിലേക്ക് ചെന്നു വരുവാനുള്ള ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ കണ്ടു. യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുണ്ട് അവൻ ഭൂമിയിലേക്ക് കടന്നുവാൻ രക്ഷിതാവാണെന്ന് മനസ്സിലാക്കി അവനെ കയ്യിലെല്ലിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു, സമാധാനം ലഭിച്ചു. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ഈ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തണം, പാപമോചനം പ്രാപിക്കണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. സഭകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇതുവരെയും രക്ഷയിലേക്ക് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഹൃദയത്തിൽ പാപബോധം ലഭിച്ചിട്ടില്ല എങ്കിൽ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാട്ടിന് കൊടുക്കുമ്പോൾ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ, ഞാൻ ഇതുവരെയും യേശുവിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള വലിയ ബോധ്യം ഹൃദയത്തിലുണ്ടെങ്കിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷകനെ കണ്ടെത്തി ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവജനമേ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഈ യേശു ക്രിസ്തുവായിരിക്കുന്ന ബന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥാപിക്കുന്ന മുഖാന്തരം നമുക്ക് ലഭിച്ച സന്തോഷമാണ്. രാവിലെ കടന്നു വന്ന് അവന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും അവനെ ഓർക്കുവാനും അവന്റെ മരണത്താൽ നമുക്ക് ലഭിച്ച വലിയ രക്ഷയിൽ സന്തോഷിപ്പാനും നമുക്ക് ഇടയായിത്തീർന്ന് ഇന്ന് നാം വലിയ പ്രത്യാശ ഉള്ളവരായി തീർന്നിരിക്കുകയാണ്. ആ പ്രത്യാശയിൽ പങ്കില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പാപമോചനം പ്രാപിച്ചവരായി യേശുക്രിസ്തുവിനെ മരണം വരുന്നതിന് മുമ്പേ യേശുക്രിസ്തുവിനെ കണ്ടെത്തി നിത്യജീവന്റെ അവകാശമുള്ളവരായി തീരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതം മരണത്തിൽ ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മരണം വരുന്നതിന് മുമ്പേ യേശുവിനെ കണ്ടെത്തണം. ഈ ശിമ്യോൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ വലിയ സന്തോഷം പറയുകയാണ്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കണം. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായ ഈ സകല ജാതികളുടെ മുൻപിൽ ഒഴിച്ചിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രക്ഷ അനുഭവിച്ച നമ്മുടെ ചുമതല എന്താണെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിന്റെ സാക്ഷികളായി നിൽക്കണമെന്ന ദൈവത്തിന്റെ വചനം നമ്മോട് അറിയിക്കുകയാണ്. തുടർന്ന് നാം വായിക്കുന്നുണ്ട്, പ്രായമുള്ളതായിരിക്കുന്ന ഒരു സഹോദരി, അത് 38-ാം വാക്യത്തിലും 36-ാം വാക്യത്തിലും 37-ാം വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നുണ്ട്, ഹന്ന എന്ന ഒരു സഹോദരി വളരെ പ്രായമുള്ളവരാണെങ്കിൽ ഈ യേശുവിനെ കണ്ടെത്തി അവരുടെ ജീവിതത്തിൽ സമാധാനം ലഭിച്ചതായി നാം കാണുന്നുണ്ട്. ഓരോ ജീവിതങ്ങളും യേശുക്രിസ്തുവായിട്ട് ബന്ധം പുലർത്തിയല്ലാതെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയില്ല എന്ന കാര്യം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മരണം എന്ന് സംഭവിക്കും എന്ന കാര്യം നമുക്കറിയില്ല, എവിടെ വെച്ച് സംഭവിക്കുമെന്നും അറിയില്ല. മരണം വാസ്തവമാണ്, മരണത്തിന് ഒരു അവധിയും വെച്ചിട്ടില്ല. എന്നാൽ മരണം കടന്നു വരുന്നതിന് മുമ്പേ ഈ യേശുവിന്റെ വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ചവരായി നിത്യജീവന് അവകാശമുള്ളവരായി തീരുന്നെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം, വിശുദ്ധമായിരിക്കുന്ന ജീവിതം, വേർപെട്ട ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ദൈവത്തെ വായിക്കൊണ്ട് പാപത്തെ എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല എങ്കിൽ അവരുടെ ജീവിതം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ഉണ്ടെന്ന കാര്യം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിന്റെ ജീവിതം നിമിഷം നേരം കൊണ്ട് തീരുന്നതാണ്. അതുകൊണ്ട് ഈ യേശുവിനെ ശിമ്യോൻ കണ്ടതുപോലെ, ഹന്ന കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ഈ യേശുവിനെ കണ്ടെത്തി നിത്യജീവന്റെ അവകാശമുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നാം വായിക്കുന്നത്, ജീവിതത്തിൽ കർത്താവിനെ മരണത്തിന് മുമ്പ് കണ്ടെത്തിയ മറ്റൊരു വ്യക്തിയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് 23-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മരണത്തിന് മുമ്പേ യേശുവിനെ കണ്ട വ്യക്തി, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ
39 മുതൽ 43 വരെ വാക്യങ്ങളിൽ യേശുവിനെ കണ്ട മറ്റൊരു വ്യക്തിയെ കുറിച്ച് നാം വായിക്കുന്നു. തൂക്കിയത് പ്രവർത്തിക്കാരനെടുത്ത് നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയോ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചത് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവെ, ഈ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു വ്യക്തിയുടെ അനുഭവമാണ് വെളിപ്പെടുത്തുന്നത്. മരണത്തിന് മുമ്പ് യേശുവിനെ കണ്ട ഒരു വ്യക്തിയെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഗോൽഗോഥയിലെ മേട്ടിൻപുറത്ത് 3 കുരിശുകൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നടുവിലെ ക്രൂശിൽ യേശു ക്രിസ്തു തൂങ്ങിക്കിടക്കുകയാണ്. പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ, പാപത്തിന്റെ പരിഹാരകനെ കടന്നു വന്നവൻ പാപിയുടെ സ്ഥാനം വഹിച്ചുകൊണ്ട് ക്രൂശിൽ കിടക്കുകയാണ്. എന്നാൽ ഇരുഭാഗത്തും 2 കള്ളന്മാർ കിടക്കുകയാണ്. 2 കള്ളന്മാരും അവിടെ തന്നെ പറയുന്നുണ്ട്, നാം ചെയ്തതിന് ദോഷത്തിന് ഒത്തതാണ് പ്രാപിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 2 കള്ളന്മാരും ക്രൂശിൽ കിടക്കുകയാണ്. അവരുടെ ശിക്ഷാവിധി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. എന്നാൽ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിന് മുമ്പേ അവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ സന്ദേശമാണ്. കർത്താവ് പറയുകയാണ്, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെതായിരിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുകയാണ്. തന്റെ ചുറ്റും നിൽക്കുന്ന പട്ടാളക്കാർ, ചുറ്റും നിൽക്കുന്ന പുരോഹിതന്മാർ, ചുറ്റും നിൽക്കുന്ന മറ്റ് ആളുകൾ എല്ലാവരും യേശുവിനെ പരിഹസിക്കുകയാണ്. എന്നാൽ അവർ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഒരു കള്ളൻ തന്റെ ജീവിതത്തിലെ നോക്കി, തന്റെ ജീവിതത്തിൽ പാപത്തിന് ഒത്തുകാരിക്കുന്ന ശിക്ഷയാണ് തന്നെ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി അവന്റെ ജീവിതത്തിൽ ഒരു അനുതാപം ഉണ്ടായി, അവന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി. ഈ കിടക്കുന്ന യേശു ക്രിസ്തു വാസ്തവത്തിൽ രക്ഷിതാവാണ്, യേശു ക്രിസ്തു നശിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കേണ്ടേ എന്നുള്ള വലിയ ശബ്ദത്തോടുകൂടി അവന്റെ അപേക്ഷ യേശു തന്റെ മരണത്തിന് മുമ്പേ വിസ്താരിച്ചതായി കാണാൻ കഴിയും. യൂബോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവനോടുള്ള ആ ശബ്ദം സംസാരിച്ചതിന് ശേഷം നമ്മുടെ വായിക്കുന്നത് 44-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിന്നെ വീണ്ടും ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി എന്നാണ് വായിക്കുന്നത്. യേശുവിന്റെ ശബ്ദം വന്നതിന് ശേഷം ദേശത്തൊക്കെയും ഇരുട്ടുണ്ടായി. എന്നാൽ ഇരുട്ടുണ്ടാകുന്നതിന് മുമ്പേ ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്നുള്ള വലിയ ശബ്ദത്തിലുള്ളത് അവന്റെ നിലവിളി. യേശുവിന്റെ മരണത്തിന് മുമ്പേ യേശു ഈ കള്ളനോട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനു അതിനുശേഷം തുടർന്ന് നാം വായിക്കുന്നുണ്ട്, യേശു മരണത്തിലേക്ക് നീങ്ങിയതായി കാണുന്നുണ്ട്. എന്നാൽ ഈ കള്ളൻ മരിച്ചത് അതിനുശേഷമാണ്. എന്നാൽ അതിന് മുമ്പേ യേശു അവനെ പരദീസയിലേക്കുള്ള മാർഗം തുറന്നു കൊടുക്കുമെന്ന് നാം വായിക്കുന്നത്. അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടവനായി അവൻ മരണത്തിലേക്ക് നീങ്ങി. എത്രയോ അനുഗ്രഹീതമായിരിക്കുന്ന അനുഭവമാണ് അവന്റെ ജീവിതത്തിൽ ലഭിച്ചത്. ഏറ്റവും ചുരുങ്ങിയ നേരം കൊണ്ട് അവൻ സന്ദേശം കേട്ടു. ഏറ്റവും ചുരുങ്ങിയ നേരം കൊണ്ട് അവൻ യേശുക്രിസ്തുവിനെ അവൻ പാപിയാണെന്ന് സംബന്ധിച്ചു. ഏറ്റവും ചുരുങ്ങിയ നേരം കൊണ്ട് യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് മനസ്സിലാക്കി അവനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നുള്ളത്. ഉടനെ യേശു തന്റേതായിരിക്കുന്ന വളരെ രക്ഷിക്കുന്നതായിരിക്കുന്ന സന്ദേശം ആ കള്ളനോട് പറയുവാൻ ഇടയായി തീർന്നു. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു യേശു തന്റെ ജീവനെ തന്റെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചതായി നാം കാണുന്നുണ്ട്. ഗോൽഗോത്ത അനേക നാളുകളായിട്ട് പാപികളും ദോഷികളുമായിരിക്കുന്നവരുടെ ഒരു ശവകുടീരത്തിന്റെ സ്ഥലമാണ്. എന്നാൽ അനേകർ മരിച്ച് മൺമറഞ്ഞു പോകുമ്പോൾ നാശത്തിലേക്ക് പോയിരുന്ന മാർഗമാണ്. യേശുവിന്റെ മരണത്താൽ സ്വർഗത്തിലേക്കുള്ള മാർഗം തുറന്ന സ്ഥലമാണ് ഗോൽഗോത്ത ആയിത്തീർന്നു. കാരണം യേശുക്രിസ്തു മരിച്ചു. യേശുക്രിസ്തുവിന്റെ മരണം പിതാവേ എന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ സ്വർഗം തുറന്ന് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഗോൽഗോത്ത ഇതുവരെയും ശാപത്തിന്റെ സ്ഥലമായിരുന്ന സ്ഥലം ഇന്ന് യേശുക്രിസ്തുവിന്റെ മരണത്താൽ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഓർമ്മയുടെ സ്ഥലമായി തീർന്നിരിക്കുകയാണ്. മാത്രമല്ല നിസ്സഹനായിരിക്കുന്ന പാപിയായിരിക്കുന്ന കള്ളത്തിന് ഒരു സ്വർഗത്തിലേക്കുള്ള മാർഗം തുറന്ന സ്ഥലമായി അത് തീർന്നിരിക്കുകയാണ്. ഇതുവരെ ശാപത്തിന്റെ
മാർഗമായിരുന്നു. ഇന്നാലിതാ യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലേക്കുള്ള മാർഗമായി ഗോൽഗോത്ത തീർന്നിരിക്കുകയാണ്. ക്രൂശിന്റെ അടിവാരത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു കള്ളൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. അത് യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന അന്ത്യനേരത്ത് അവനെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ഇതുപോലുള്ള സന്ദർഭം ഇന്ന് ആർക്കും ലഭിച്ചില്ല എന്ന് വരും. എന്നാൽ ഇന്ന് യേശു രക്ഷിക്കുന്ന ദൈവമാണെന്ന് തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് മരണത്തിലേക്ക് നീങ്ങുന്ന വ്യക്തിയെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു മതിയായവനാണെന്നുള്ള കാര്യം താൻ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ വാക്ക് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിലിരിക്കും. വളരെ സമാധാനത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ആ കള്ളൻ മരിക്കുവാനും തന്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിരാശയിലാണ്ട് ജീവിതത്തിൽ ഞെരുക്കമുള്ളവരായി ജീവിതത്തിൽ യാതൊരു രക്ഷയ്ക്കും സാധ്യമില്ല എന്ന് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും രക്ഷാമാർഗം ഉണ്ട് എന്ന കാര്യം ഈ കള്ളന്റേതായിരിക്കുന്ന പ്രസ്താവന നമ്മോട് അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പാപമോചനമുണ്ട്, സമാധാനമുണ്ട്, നിത്യജീവന്റെ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട വലിയ അനുഗ്രഹം. ഈ വലിയ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് സുപ്രധാനമായ ദിവസമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാളെയല്ല ദിവസം, ഇന്നാണ് രക്ഷിക്കുന്ന ദിവസം. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ പാപബോധമുള്ളതായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. രക്ഷിക്കപ്പെട്ട കൃപയിലായിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദൈവജനത്തിന് ഓർക്കുവാനുള്ളത് നമ്മുടെ നിര്യാണകാലം അടുത്തിരിക്കുകയാണ്. എന്നാണ് നമ്മുടെ നിര്യാണകാലം എന്ന് അറിയില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പൗലോസ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം വിശ്വാസ ത്യാഗികളായി തീർന്നിരിക്കുകയാണ്. വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ജീവനുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ജീവിതത്തിന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. അപ്പോസ്തലന്മാർ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഓർക്കാൻ വിശ്വാസം കാത്തു. വിശ്വാസ ത്യാഗങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ തീഷ്ണത വെളിപ്പെടുത്തുവാൻ കഴിവില്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ വാക്ക്, വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. വിശ്വാസം ക്ഷീണിപ്പിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ശരീരം ബലഹീനമാണ്, പല രോഗത്തിന് അടിമപ്പെട്ടവരാണ്. എന്നാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുമായിരിക്കുന്ന യേശുവിനെ നോക്കുകൊണ്ട്, കഷ്ടം അനുഭവിച്ചവനെ ധ്യാനിച്ചുകൊണ്ട്, കഷ്ടം അനുഭവിച്ചതിന്റെ പങ്കപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഷ്ടത നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്, രോഗം നിറഞ്ഞ ശരീരത്തിലാണ് ജീവിക്കുന്നത്. പ്രയാസങ്ങളുണ്ട്, മാനസികമായിരിക്കുന്ന സമ്മർദ്ദങ്ങളുണ്ട്, വേർപാടിന്റെ ദുഃഖങ്ങളുണ്ട്, പലവിധമായിരിക്കുന്ന പരിശോധനകളുണ്ട്. അതിന്റെ മധ്യത്തിൽ വിശ്വാസം തെളിയിക്കുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനോട് കാത്തിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഉപദേശിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു എന്ന് മാത്രമല്ല വിശ്വാസം കാത്തു എന്നാണ് പറയുന്നത്. വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നുണ്ട്. ലോകസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വക്രതയും കോട്ടവും നിറഞ്ഞ ലോകത്തിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം ക്ഷീണിക്കാതെ വിശ്വാസം കാത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, താൻ എത്രയും വേഗം വരുമെന്നുള്ള വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കിയാൽ അവൻ എത്രയും വേഗം വരും,
നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് വലിയ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമേ, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാം. കർത്താവ് എത്രയും വേഗം വരും. വാഹനം ധ്വനിക്കും, മരിച്ചവരെ ഒരുക്കുമ്പോൾ നാം ഉയർക്കും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, കർത്താവിന്റെ സേവയിൽ പങ്കുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ശിമോൻ തന്റെ ജീവിതത്തിൽ സമ്പാദിച്ചത് ഈ യേശുക്രിസ്തുവിനെ മരണത്തിന് മുമ്പേ കണ്ടു. തന്റെ ജീവിതത്തിൽ സമാധാനം ലഭിച്ചു. തന്റെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ഈ ഭൂമിയിൽ നിന്നും തന്റെ യാത്ര അവസാനിപ്പിക്കാൻ ഇടയായിത്തീർന്നു. ക്രൂശിൽ കിടന്ന കള്ളനും തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന എല്ലാവിധമായിരിക്കുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിലും ഈ യേശുവിനെ കണ്ടെത്തുവാൻ, തന്റെ അന്ത്യനാളുകളിൽ തന്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നു. തന്റെ ജീവിതം സന്തോഷപൂർവ്വമായി തീർന്നു. പ്രത്യാശയുള്ളവരായി തീരുവാൻ ഇടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ഈ യേശുവിലുള്ള വിശ്വാസത്താൽ നിത്യജീവന അവകാശങ്ങളായി തീർന്നിട്ടില്ല എങ്കിൽ ഈ യേശുവിൽ വിശ്വാസം അർപ്പിക്കുക. മരണമാടുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. മരണത്തിന് മുമ്പേ യേശുവിനെ കണ്ടെത്തുക, യേശുവിൽ വിശ്വാസം അർപ്പിക്കുക, യേശുവിനായി ജീവിക്കുക. കർത്താവ് വരുവാൻ താമസമില്ല. അവൻ എത്രയും വേഗം വരും. അവന്റെ കാലത്ത് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഞാൻ നല്ലവർ മുരതു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ ചെറിയ ചിന്തകൾ സഹായിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമത്തിനെ മഹത്വം ഉണ്ടാകും.